അർജുന്റെയും നിഷയുടെയും കഥയൊന്ന് കേട്ടു നോക്കൂ. 5 വർഷത്തെ പ്രണയം, രണ്ടുപേർക്കും നല്ല ജോലി, എല്ലാം കൊണ്ടും പെർഫെക്റ്റ്. പക്ഷേ കല്യാണകാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ഒരൊറ്റ വാക്കിൽ എല്ലാം തീർന്നു. ഇത് നടക്കില്ല. ഇത് അവരുടെ മാത്രം കഥയല്ല, അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും ഒരു പ്രണയബന്ധത്തിന് ഇത്രയധികം എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നത്? നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതാണ് ആ മാന്ത്രിക ചോദ്യം, അല്ലേ? ആളുകൾ എന്തു പറയും? വെറും 4 വാക്കുകൾ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര ജീവിതങ്ങളാണ്, എത്ര സ്വപ്നങ്ങളാണ് ഈ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ തകർന്നു പോയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പല വീടുകളിലും ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് പോലും ഈ ഒരു പേടി കൊണ്ടാണോ? അപ്പോൾ ഒരു വശത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഭയങ്കര മോഡേൺ ആണ്. ഡേറ്റിംഗ് ആപ്പുകൾ, ഗ്ലോബൽ കൾച്ചർ, അങ്ങനെ പലതും. പക്ഷേ ഈ കണക്ക് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. 90%. ഇന്ത്യയിലെ വിവാഹങ്ങളിൽ 90% ഇന്നും അറേഞ്ച്ഡ് മാരേജസ് ആണ്. എന്താല്ലേ, ഈ ന്യൂജൻ കാലത്തും എങ്ങനെയാണ് ഈ പാരമ്പര്യം ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്? അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ 90%ന്റെ വിരോധാഭാസം, അതായത് ഈ മോഡേൺ പ്രണയവും നമ്മുടെ പരമ്പരാഗത പ്രതീക്ഷകളും തമ്മിൽ എവിടെയാണ് പ്രശ്നം വരുന്നത്? ഈ കണക്കിന് പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താ? വീട്ടുകാർക്ക് നമ്മുടെ സന്തോഷം കാണണ്ട എന്നല്ലേ? പക്ഷെ ശരിക്കും അതല്ല കാര്യം. ഇത് സന്തോഷത്തിനെതിരായൊരു നീക്കമല്ല, ഇത് ഭയത്തെക്കുറിച്ചാണ്. അവരുടെ ഉള്ളിൽ എവിടെയോ ആഴത്തിൽ പതിഞ്ഞുപോയ ചില ഭയങ്ങൾ. അതാണ് പലപ്പോഴും ഈ ബന്ധങ്ങൾക്ക് മുകളിൽ ഒരു കരിനിഴൽ വീഴ്ത്തുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. മാതാപിതാക്കളുടെ ഈ ഭയം എന്തൊക്കെയാണ് അവരെ ശരിക്കും പീഡിപ്പിക്കുന്നത്? നമുക്കൊരു നിമിഷം അവരുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? എന്തൊക്കെയാണ് അവരുടെ ആശങ്കകൾ എന്ന് നോക്കാം. ഇതൊരു രസകരമായ കാര്യമാണ്. ഒരേ തീരുമാനം, പക്ഷേ 2 ലോകങ്ങളാണ് അതിനെ കാണുന്നത്. ഒരു വശത്ത് പ്രണയിക്കുന്നവരുടെ ലോകം, അവിടെ നിറയെ ലേറ്റ് നൈറ്റ് കോളുകളും ലോങ് ഡ്രൈവുകളും പിന്നെ ഒരുപാട് ഇമോഷൻസൊക്കെയാണ്. എന്നാൽ മറ്റേ വശത്ത് മാതാപിതാക്കളുടെ ലോകം, അവരുടെ ചിന്ത മുഴുവൻ സാമ്പത്തികമായി ഓക്കെയാണോ, കുടുംബ പശ്ചാത്തലം എങ്ങനെയുണ്ട്, ഭാവിയിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അവരൊരു റിസ്ക് അനാലിസിസ് ആണ് നടത്തുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ ഒരു കല്യാണം ഉറപ്പിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ടല്ലോ, എല്ലാം അന്വേഷിച്ചറിഞ്ഞ ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു ലവ് മാരേജിന്റെ കാര്യത്തിൽ ഈ ഒരു സ്റ്റെപ്പ് മിസ്സാവുന്നു എന്നാണ് അവരുടെ പേടി. അതായത് സ്നേഹത്തിന്റെ ആ ഒരു ഇമോഷണൽ, ഈ പ്രായോഗികമായ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുമോ? അവസാനം അതൊരു തെറ്റായ തീരുമാനമായി മാറുമോ? ഇതാണ് അവരുടെ ഏറ്റവും വലിയ ആശങ്ക. ഇനി നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് വരുന്നത്. സമൂഹത്തിന്റെ ഭാരം. അതായത് എപ്പോഴാണ് ഒരു കല്യാണം 2 വ്യക്തികളുടെ തീരുമാനമല്ലാതായി ഒരു സമൂഹത്തിന്റെ വിഷയമായി മാറുന്നത്? കാരണം മാതാപിതാക്കളുടെ ഭയം അവരുടേത് മാത്രമല്ല, അവർ ജീവിക്കുന്ന ആ സമൂഹത്തിൻ്റേത് കൂടിയാണ്. നമുക്കതൊന്ന് നോക്കാം. ഈ കണക്ക് കാണുമ്പം നമ്മൾ ശരിക്കും ഞെട്ടും. ഏകദേശം 95% ഇന്ത്യയിൽ നടക്കുന്ന വിവാഹങ്ങളിൽ 90-95% സ്വന്തം ജാതിയിൽ നിന്ന് തന്നെയാണ്. ഒന്നാലോചിച്ച് നോക്കിക്കേ, നമ്മൾ എത്രയൊക്കെ പുരോഗമിച്ചു, മാറി എന്നൊക്കെ പറഞ്ഞാലും ജാതിയുടെയും പാരമ്പര്യത്തിൻ്റെയും ആ മതിലുകൾക്ക് ഇപ്പോഴും എന്തുമാത്രം ശക്തിയുണ്ടെന്ന് നോക്കിക്കേ. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ആളുകൾ എന്തു പറയും എന്ന ചോദ്യം ഒരു വലിയ ഭീഷണിയായി മാറുന്നത്. ഈ അടക്കം പറച്ചിലുകളും തുറിച്ചുനോട്ടങ്ങളും ഇതാണ് പല മാതാപിതാക്കളെയും ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്. കുട്ടികൾ കൈവിട്ടുപോയി, അവർ വീട്ടുകാരെ ധിക്കരിച്ചു എന്നൊക്കെ കേൾക്കേണ്ടി വരുമോ എന്ന ഭയം. സമൂഹത്തിൽ തങ്ങൾക്കുള്ള ആ സൽപ്പേരിനും സ്റ്റാറ്റസിനും എന്ത് സംഭവിക്കും? മക്കളുടെ ഒരൊറ്റ തീരുമാനം കൊണ്ട് തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ? നാട്ടുകാരെന്തു വിചാരിക്കും? ഈ ചിന്തകളാണ് ശരിക്കും പറഞ്ഞാൽ പല എതിർപ്പുകൾക്കും പിന്നിൽ. ഇതുവരെ നമ്മൾ സംസാരിച്ചതൊക്കെ ഒരു വശം. ഇനി നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. പ്രണയം, പാരമ്പര്യം, പിന്നെ അക്രമം. ചില സമയങ്ങളിൽ ഈ എതിർപ്പുകൾ വെറും സംസാരത്തിലോ വഴക്കിലോ ഒന്നും ഒതുങ്ങില്ല. അത് ജീവന് തന്നെ ഭീഷണിയായി മാറും. അപ്പോൾ ഒരു യഥാർത്ഥ സംഭവം പറയുന്നതിനു മുൻപ് ഈ വാക്ക് നമ്മൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ദുരഭിമാനക്കൊല, അതായത് കുടുംബത്തിന് അപമാനം വരുത്തിവെച്ചു എന്ന വിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം വീട്ടുകാർ തന്നെ ഒരാളെ കൊല്ലുന്നത്. ഇത് സിനിമയിൽ മാത്രം കാണുന്നൊരു സംഭവമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇന്നും നടക്കുന്ന ഒരു ഭീകരമായ യാഥാർത്ഥ്യമാണിത്. 2007 ഹരിയാനയിൽ നടന്ന മനോജിന്റെയും ബബ്ലിയുടെയും കഥ ഇതിനൊരു ഉദാഹരണമാണ്. ഒരേ ഗോത്രത്തിൽപ്പെട്ട അവർ പ്രണയത്തിലായി. സ്വാഭാവികമായും വീട്ടുകാരെതിർത്തു. പക്ഷേ ആ എതിർപ്പുകളെല്ലാം അവഗണിച്ച് അവർ രഹസ്യമായി വിവാഹം കഴിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും തീർന്നില്ല. അവിടുത്തെ ഗ്രാമസഭ അവരുടെ വിവാഹം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ കുടുംബത്തിന്റെ അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി അവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി.
പാരമ്പര്യം ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം. ഈ മനോജിന്റെയും ബബ്ലിയുടെയും കഥ കേട്ട് ഇത് എവിടെയോ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മാത്രം കരുതരുത്. ഓരോ വർഷവും ഇതുപോലുള്ള 100 കണക്കിന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിലും എത്രയോ അധികം പുറംലോകം അറിയാതെ പോകുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ സാമൂഹിക സമ്മർദ്ദം വളരെ കൂടുതലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇതൊക്കെ ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ നമുക്കിനി ഇതിന്റെ എല്ലാം കാതലായ വിഷയത്തിലേക്ക് വരാം. യഥാർത്ഥ ഭയം, അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. മാതാപിതാക്കളുടെ എതിർപ്പ് പലപ്പോഴും പ്രണയത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് ആ പ്രണയം കാരണം എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ്. അത് ചിലപ്പോൾ പണമാകാം, സമൂഹത്തിലെ സ്ഥാനമാകാം, അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ ഭാവി തന്നെയാകാം. അപ്പോ മാതാപിതാക്കളുടെ ഈ ഭയത്തെ നമുക്ക് 3 സ്റ്റെപ്പുകളായിട്ടൊന്ന് നോക്കാം. സ്റ്റെപ്പ് 1, തെറ്റായ ഒരാളെ പങ്കാളിയായി തെരഞ്ഞെടുക്കുക എന്ന പേടി. വെറും ഇമോഷൻസിന്റെ പുറത്ത് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റിയും ഇല്ലാത്ത ഒരാളുടെ കൂടെ പോകുമോ എന്ന ഭയം. സ്റ്റെപ്പ് 2, സാമൂഹികമായ തകർച്ച. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടേണ്ടി വരുമോ, ഒറ്റപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം. ഈ 2 പേടിയും കൂടിച്ചേരുമ്പോഴാണ് 3ാമത്തെ സ്റ്റെപ്പ് വരുന്നത്, അസ്ഥിരമായൊരു ഭാവി. അതായത് ഈ കല്യാണം അവസാനം പരാജയപ്പെട്ട് തങ്ങളുടെ കുട്ടി കഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഈ 3 കാര്യങ്ങളാണ് മിക്കവാറും എല്ലാ എതിർപ്പുകൾക്കും പിന്നിൽ. ഇനി ഈ കണക്ക് നോക്കിക്കേ. ഇത് മാതാപിതാക്കളുടെ ആ വാദത്തിന് കുറച്ചുകൂടി ബലം കൊടുക്കുന്ന ഒന്നാണ്. ഇന്ത്യയിലെ വിവാഹമോചന നിരക്ക് വെറും 1.1%. പക്ഷേ അമേരിക്കയിലോ അത് 40% കൂടുതലാണ്. അപ്പോൾ അവരെന്ത് ചിന്തിക്കും? കണ്ടോ, ഞങ്ങളുടെ പാരമ്പരികത രീതികളാണ് കൂടുതൽ കാലം നിലനിൽക്കുന്ന ബന്ധങ്ങളുണ്ടാക്കുന്നത്. ഈ കണക്കുകൾ ഒരു തെളിവല്ലേ എന്നവർ ചോദിക്കും. അപ്പോ നമ്മളിതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. ഭയവും പ്രണയവും ഉത്തരവാദിത്വവും എല്ലാം കൂടിച്ചേർന്ന ഒരു വലിയ പ്രശ്നം. ഇതിനൊരു ശരിയായ പരിഹാരം ശരിക്കുമുണ്ടോ? അങ്ങനെയൊരു എളുപ്പമുള്ള ഉത്തരം ഇതിനില്ല. എന്നാലും നമുക്ക് ചില അവസാന ചിന്തകളിലേക്ക് കടക്കാം. ഇത് ശരിക്കും ഒരു കണ്ണാടി പോലെയാണ്. ഒരു വശത്ത് മാതാപിതാക്കൾ, അവരുടെ പേടി എന്താണ്? തങ്ങളുടെ കുട്ടി ഒരു തെറ്റായ തീരുമാനമെടുത്ത് ജീവിതം നശിപ്പിക്കുമോ എന്ന ഭയം. ഇനി മറുവശത്ത് കുട്ടികൾ, അവരുടെ ഭയമോ തങ്ങളുടെ ഒരു തീരുമാനം കാരണം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേദനിക്കേണ്ടി വരുമോ എന്ന ഭയം. ശ്രദ്ധിച്ചു നോക്കിയാൽ 2 കൂട്ടരെയും നയിക്കുന്നത് ഒരേ വികാരമാണ്, സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുമോ എന്ന പേടി. അപ്പോ നമ്മൾ അവസാനം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഒരു രീതിയും 100% പെർഫെക്റ്റ് അല്ല. തെറ്റായ ഒരു പങ്കാളിയെ കിട്ടാനുള്ള സാധ്യത പ്രണയവിവാഹത്തിലുമുണ്ട്, വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിക്കുന്ന വിവാഹത്തിലുമുണ്ട്. അതുകൊണ്ട് ഒരു വഴി മറ്റേതിനേക്കാൾ പൂർണ്ണമായും സേഫാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഒരു ജീവിതകാലം മുഴുവൻ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനത്തിൽ ആർക്കാണ് അവസാന വാക്ക് വേണ്ടത്? വ്യക്തിപരമായ നമ്മുടെ ഇഷ്ടത്തിനാണോ, കുടുംബത്തോടുള്ള കടമയ്ക്കാണോ, അതോ സമൂഹത്തിന്റെ പാരമ്പര്യത്തിനാണോ മുൻഗണന കൊടുക്കേണ്ടത്? ഇതിനെല്ലാം കൂടി ഒരു ബാലൻസ് കണ്ടെത്താൻ സാധിക്കുമോ? ഇതിനൊരു ശരിയായ ഉത്തരമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ.